ഹേ എവരിവൺ, എന്നെ കൊണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്നിപ്പോൾ സാറ്റർഡേ ആയിട്ട് ബിസി സാറ്റർഡേ ആണ് കേട്ടോ. പക്ഷേ എങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഏട്ടനൊരു ആഗ്രഹം കേട്ടോ, പൂരി കഴിക്കണമെന്ന്. ഓക്കെ, എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. എന്തോ ഭാഗ്യത്തിന് ഇന്ന് പൂരി നല്ല പഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. സാധാരണ ചിലപ്പോഴൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ കുടിച്ചിട്ട് ഇരിക്കും. പക്ഷേ ഇന്ന് നല്ല രസമായിട്ട് വന്നു. ഞാൻ ഒന്ന് രണ്ട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിരുന്നു. ഇനി എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആക്കി ഇടാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല പഫി ആയിട്ടുള്ള പൂരിയാണ്. നല്ലതായിരുന്നു കേട്ടോ, അടിപൊളി പൂരിയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ക്ലോവിക്കിപ്പോൾ ഒരു സയൻസ് എക്സ്പെരിമെൻസിനോട് ഒരു ക്രേസാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും എന്തെങ്കിലും എന്താ പറയുക, ഗോഗിൾസും എല്ലാം വെച്ചിട്ട് പുള്ളി ഇപ്പോൾ വലിയൊരു സയൻറ്റിസ്റ്റിനെ പോലെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഐ ആം ഹാപ്പി വാട്ട് എവർ ഷീ ഡാസ്. പിന്നെ എന്താ പറയുക, ഒരു ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ഒരു മാമാങ്കം. ഞാൻ ഇന്നിപ്പോൾ ഒരു ഫുൾ വീക്കിലേക്കുള്ള കുക്കിംഗ് ആണല്ലോ. അപ്പോൾ അവിയലുണ്ടാക്കി, പിന്നെ ചിക്കൻ ഉണ്ടാക്കി. അവിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തവണ ഞാൻ അവിയലുണ്ടാക്കിയപ്പോൾ പുളി ഇച്ചിരി കുറവായതുകൊണ്ട് കുറച്ച് ഞാൻ തൈര് ഒഴിച്ചു കേട്ടോ. എങ്കിലും നന്നായിരുന്നു. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ വൻപയർ അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ ചക്ക വാങ്ങിയില്ലേ, ആ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പോൾ ആ ചക്കക്കുരു ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ രസകാളൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എരിവിന് എനിക്ക് എന്തെങ്കിലും ഒരു മുളകിടിച്ചത് വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉള്ളിയും മുളകും ഉപ്പും ഒരിച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഒരിച്ചിരി ഇടിച്ചെടുത്ത് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ ഒരു കറിയിൽ എരിവ് അധികം ഇടാറില്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വീക്കെൻഡിലൊക്കെ ഇച്ചിരി ഒന്ന് എരിവ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഓക്കെ, ബൈ.